മോഡലുള്ള മൊബൈലിലേക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. ആ ഫോട്ടോയും കൊള്ളാം, ആദ്യത്തെ ഫോട്ടോയും കുഴപ്പമില്ല. ആ വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് മുന്നോട്ടേക്കല്ലേ? അല്ല, മറ്റേ ആദ്യത്തെ ഫോട്ടോ ലാസ്റ്റ് അടിച്ചു അത് മറ്റേ റൂൾ ഓഫ് സൈഡ് കീപ്പ് ചെയ്തിട്ട് അതൊക്കെയാണ് പോകുന്നത്. ബാക്കിലേക്ക് സ്പേസ് കൂടുതലില്ലാതെ മുന്നോട്ട് കുറച്ച് ചെയ്തിട്ടാണെങ്കിൽ ആ വണ്ടി മുന്നോട്ടേക്കാണ് പോകുന്നത്. ഞാനിവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മുന്നോട്ട് സ്പേസ് കൂടുതൽ കുറച്ചുകൂടി ഫീൽ വരും. ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് സബ്ജക്റ്റ് പറയാനുള്ള ലൈറ്റാണ് മെയിൻ. നിങ്ങൾ എൻ്റെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ് എവിടുന്ന വരുന്നത് നിങ്ങൾ അപ്പുറത്തുനിന്നല്ല, നാച്ചുറൽ ലൈറ്റാണ് എനിക്ക് ഫേസിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പുറത്തുനിന്നുള്ള ലൈറ്റ് ഈ സൈഡിലേക്ക് ഫില്ലാവുന്നുണ്ട്, ഈ സൈഡ് ഫില്ലാവുന്നില്ല. ഇവിടെ അവൈലബിൾ ലൈറ്റ് അല്ലാണ്ട് നമുക്ക് ഈ സൈഡിന് കുറച്ചുകൂടി ഫില്ലായിട്ടും കൂടെ നമ്മൾ അഡീഷണൽ കൊടുക്കുവാണെങ്കിൽ സ്ട്രേറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വാട്ടർ ലെവലിൽ പിടിക്കുന്നുണ്ട്. അത് അതിന് വേറെ ലെവൽസ് ഉണ്ട്. ഹിറ്റ് ലൈൻ വേറെയാണ്, പക്ഷെ നമുക്ക് ഹിറ്റ് ലൈനിൽ കൂടെ നമുക്ക് ലെവൽ ചെയ്യാം, കുഴപ്പമില്ല. ഹിറ്റ് ലൈനിൽ ലെവൽ ചെയ്യാം ഉണ്ട്. ലെവലുകൾ ഇത് ബേസിക്കാണ്. ആദ്യം പറഞ്ഞത് റൂൾ ഓഫ് തേർഡ്, ആ ഗ്രിഡിന്റെ ഏതെങ്കിലും മൂല്യം അത് ഫോക്കസ് ആവാൻ വേണ്ടി അത് മെയിൻ. മൊബൈൽ ഫോട്ടോഗ്രാഫി ക്യാമറയിൽ നമുക്ക് വേറെ മാനുവലും ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. സബ്ജക്റ്റ് ഇപ്പോൾ കസേരയാണ്, കസേര ജസ്റ്റ് ഫോക്കസ് ആവാൻ വേണ്ടി കസേര ടച്ച് ചെയ്യാം, എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ ലെൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലോത്തൊക്കെ വെച്ച് നമ്മൾ എന്ത് ഫോട്ടോ ജസ്റ്റ് കൈപ്പാടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി. ഇത് നമുക്ക് പറഞ്ഞ എസ്തെറ്റിക് ആ മുന്നിലെടുത്തായിരിക്കും അല്ലേ? സബ്ജക്റ്റിലേക്ക് വേണ്ടി അങ്ങോട്ടേക്ക് എനിക്ക് പറ്റുന്നത് അങ്ങനെ നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ ഏതൊരു ആംഗിളിലാണ് സബ്ജക്റ്റിലേക്ക് വേണം. എന്തുകൊണ്ട് ഇത് എന്താ ഇത് ഫോട്ടോ എടുക്കുന്നത് ഉദ്ദേശിച്ചത്? നല്ലതാ തോന്നി. അപ്പൊ എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഓക്കെ, പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് വരുമ്പോൾ കൊള്ളാൻ തോന്നി. വേറെ എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടായിരുന്നാണല്ലോ അവിടെ പോയി എടുത്തത്. കാരണം ഇത്ര സ്ഥലം ഉണ്ടായിരുന്നു, വേറെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും പല പല സ്ഥലത്ത് എടുത്തത്. ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടി എന്തെങ്കിലും ഒരു തോന്നി. അത് നമുക്ക് സബ്ജക്റ്റ് കട്ടാവാതെ എടുക്കുക, കുറച്ചൊന്നും കുഴപ്പമില്ല. നല്ല ഫോട്ടോ ആണ് അത്. ഇവിടെ നിന്ന് ഒരു ലൈറ്റൊക്കെ വരുന്നുണ്ട്, നല്ലൊരു ഫീലുണ്ട്. ഇവിടെ ഒരു വീടാണ്, ബമ്പറിന്റെ പോർഷൻ കൂടെ കുറച്ചുകൂടി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വണ്ടി നല്ല കോൺഫിഡൻസ് അല്ല. ആ വണ്ടിയുടെ ഇച്ചിരി ഒരു ബാഡായിട്ട് പറയാനുള്ള ബാഡല്ല, ഒരു കർശനം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ സ്പേസും കൂടി ഇടാൻ നല്ലായിരുന്നു. ആ വണ്ടി കുറച്ചുകൂടി വ്യൂ കിട്ടിയത്. അത് നല്ല ഫോട്ടോയാണ്.
നല്ല ഫോട്ടോ എടുത്ത് കാണിക്കും എടുത്ത് ഇതാണ് 1000 മീറ്റർ. നീ എടുത്ത് കാണിക്കണം. 2-3 കാണിച്ചോ? പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മൊബൈലിൽ എടുക്കാൻ ഏറ്റവും നല്ലത് മിനിയേച്ചർ ലാൻഡ്സ്കേപ്പ്. ചില വീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ചെറിയ വീടായിരിക്കും. അപ്പം ഗ്രൂപ്പ് ഫിത്തിയോടെ അവരെ ചേർത്ത് നിർത്തും. ഇപ്പോഴത്തെ ഫിത്തിയോട് ഞാൻ നിൽക്കും. അപ്പം ഞാനതിനൊരു ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു കപ്പിളൊക്കെ എടുക്കുന്ന ലെൻസ് ഉണ്ട്, നമുക്ക് ബ്ലറൊക്കെ കിട്ടാൻ വേണ്ടി ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ഉണ്ട്. 85, 50 പോർട്രേറ്റ് ലെൻസ്. അതൊക്കെ ഇപ്പം ഒരാളെ മാത്രമേ കിട്ടുള്ളൂ ഈ അവിടെ നിന്നാൽ. ഇത്രയും പേര് കിട്ടത്തില്ല. പക്ഷേ ആ ഫോട്ടോയ്ക്ക് വ്യത്യാസമുണ്ട്, കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. നമ്മൾ ഈ കല്യാണത്തിനും പരിപാടിക്കൊക്കെ ചെറിയ 2 പേരൊക്കെ ഉള്ള ഫോട്ടോയൊക്കെ എടുക്കുന്നു, ആ ലെൻസ് വെച്ച് എടുക്കും. കുറച്ച് ഇറങ്ങി എടുക്കുക. ഇറങ്ങി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഫോക്കസ് കിട്ടും. കുറച്ച് ഇറങ്ങിയിട്ട് ഈ പോർട്രേറ്റ് മോഡിലാണ് എടുത്തത്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ആ എഡ്ജ് ബ്ലർ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അല്ലായിരിക്കും ബ്ലർ വന്നേക്കുന്നത്. കുറച്ച് ഇറങ്ങി നിന്നെടുത്തിട്ട് ഇല്ലെങ്കിൽ സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ഇതിൽ കുറച്ച് ഇറങ്ങി നിന്നെടുക്കാം. മനസ്സിലാകാണെങ്കിൽ കുറച്ച് ഇറങ്ങി നിന്നെടുക്കുക, എന്നിട്ട് കോപ്പി എടുക്കുക. ഈ ഫോട്ടോ വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ ഞാൻ ഒരു സാറ് ഫോൺ എടുത്തില്ല. ഈ വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ ഈ പോർട്രേറ്റ് എന്നുള്ള ലാൻഡ്സ്കേപ്പിലേക്ക് വരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി വന്നത്. ഇത് ടോപ്പ് ചെയ്ത് വേണം എടുക്കാം. ഇത് ഈ മുകളിലേക്കുള്ള ഭാഗത്ത് മൊത്തം ചുമ്മാ നെഗറ്റീവാണ്, ഒരാവശ്യമില്ല. കുറച്ച് ബ്ലർ ചെയ്തിട്ട് അത് ഫോക്കസ് ആയിട്ട് വേണം എടുക്കാം. ഭാഗമല്ല, നീ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഫ്രെയിം ജസ്റ്റ് ഈ ഇല മാത്രം ഫോക്കസ് ചെയ്യാം. ഫോക്കസ് അല്ല, ഫോർഗ്രൗണ്ട് ചെയ്യാം. സബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പേര് ലിബിൻ എന്നാണ്. എൻ്റെ വീട് പാലയിലാണ്. ഞാനിപ്പോൾ ഒരു 3 ഇയറായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട്. ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ കോട്ടയം മട്ടക്കാർ. ഇവിടെ ഫോട്ടോഗ്രാഫി എല്ലാം ഇൻക്ലൂഡാണ്. പിന്നെ നമുക്ക് അതിനകത്ത് എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ്, പിന്നെ സിനിമോട്ടോഗ്രാഫിയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്.